എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങി. കേരളത്തിൽ 14 മുതൽ 19 വരെ UDFന് സീറ്റുകൾ ലഭിക്കാം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. LDFന് 0 മുതൽ 5 വരെ ഒന്നും കിട്ടാത്ത സ്ഥിതി ഉണ്ടെന്ന് സർവേ പറയുന്നുണ്ട്. NDA 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ച്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്ന് എക്സിറ്റ് പോൾ ഫലത്തിൽ ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്. കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ 4-ാം തീയതി കൃത്യമായി വരുമോ? ഇത് വെറും സൂചനകളാണ്. ഞാൻ എക്സൈറ്റഡ്, ഞാൻ ഒരു കാലത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സൈറ്റഡ് അല്ല. ഇതൊക്കെ നമ്മളെ ഒരു ക്യൂരിയോസിറ്റി വിറ്റ് കാശാക്കുന്ന പരിപാടിയാണ്. അപ്പം ഞാനതിൽ എക്സൈറ്റഡേ അല്ല. അപ്പം പിന്നെ ഇത് വന്ന സ്ഥിതിക്ക് അതിൽ ഇപ്പം നമ്മൾ ഞാൻ LDFന് മുൻകൈ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ള കാരണം വെച്ചാൽ ഒരു സംഘടനാ സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ. ജനങ്ങളെ സെന്റിമെന്റ്സ് ഒക്കെ ഗവൺമെന്റിനെതിരെയൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വോട്ടായി മാറണ്ടേ, വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും. CPMനെ സംബന്ധിച്ച് എങ്ങനെ ആരെയും അവരാളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ അവർ ഭയങ്കര മിടുക്കന്മാരാ, മറ്റുള്ളവരെ പോലെ അല്ല. അപ്പോൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. കോൺഗ്രസ് എപ്പോഴും ഒരു 10% സാധാരണഗതിയിൽ നിന്ന് 10% അധികം വോട്ട് വരുമ്പോൾ ഈ CPMമാർക്ക് പണി കൊടുക്കണമെന്ന് വിചാരിച്ച് നാട്ടുകാർ പോയി വോട്ട് ചെയ്യുന്നതാണ്, ശല്യം കൊണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ അവിടെയൊക്കെ ഉണ്ടായത്. അത് ആ ടേൺ ഔട്ട് ഇത്തവണ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഈ പൈസ ഉണ്ടായിരുന്നില്ല. 3 കാര്യം: വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞു, സംഘടനാ സംവിധാനം വളരെ വീക്ക്, പിന്നെ ഈ പറയുന്നതിന്റെ മാതിരി പൈസ ഇല്ല. ഇത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ യുക്തിസഹമായി നോക്കുകയാണെങ്കിൽ LDF ജയിക്കാൻ സാധ്യത. പിന്നെ BJP ശക്തിപ്പെടുമ്പോൾ എളുപ്പം അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളത് ഇവരുടെ വോട്ടാണ്, നായക വോട്ടുകൾ. ഈ പൈസക്കാരായ ഈഴവര് മുസ്ലിംസൊക്കെ കോൺഗ്രസ് ശ്രദ്ധിച്ചാൽ മതി. പൈസക്കാർ ഈഴവര് കോൺഗ്രസും, പാവപ്പെട്ട ഈഴവര് മഹാഭൂരിപക്ഷവും ആരായിരിക്കും? LDF ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മന്നത്ത് അപ്പൂവൻ പറഞ്ഞിട്ടുണ്ട്, ജനിച്ച ചൊവ്വനും ഈ നശിച്ച നായരും മുടിഞ്ഞ ക്രിസ്ത്യാനിയും ഈ കമ്മ്യൂണിസ്റ്റായിരിക്കും. അതിൽ ഈ നശിച്ച നായർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നായന്മാരും ഇപ്പോഴത്തെ പൈസക്കാരെ ഈഴവനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ പുത്തൂരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആ ശങ്കറിന്റെ ഒക്കെ കുടുംബക്കാരൊക്കെ കോൺഗ്രസ് ആയിരിക്കും. മനസ്സിലായി? വളരെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും, എടുത്തു നോക്കിയാൽ മതി. അതങ്ങനെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവരൊക്കെയാണ് BJPയിലേക്ക് ഒരു ഷിഫ്റ്റ് വരാൻ ഒരു സാധ്യത ഉള്ള ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ്. പക്ഷെ ഇപ്പൊ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസ് അനുകൂലമായ ബൂം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തണ്ട. ഒരു പാർട്ടിയെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. ഇത് CPMനെതിരെ പോയ കാര്യങ്ങളാണ്. അപ്പോൾ CPMമാർ തന്നെ ഏൽപ്പിച്ചു. നാട്ടുകാർക്ക് CPMമാരുടെ ദേഷ്യം പിടിച്ചിട്ട് വോട്ട് ചെയ്താണ് സാധ്യത. ഒരു സീറ്റും കിട്ടില്ല എന്നൊരു സർവേ പറയുന്നുണ്ട്. LDFന് ഒരു സീറ്റ് ഇത് ഒരു 17 മുതൽ 19 വരെ UDFന് കിട്ടാം, 1 മുതൽ 3 വരെ NDAക്ക് കിട്ടാം. അപ്പോഴും അവിടെ LDF 0 ആണ്. അല്ല, എനിക്ക് NDAക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിൽ ഒരു സാധ്യതയാണ്. 2 സീറ്റ് വരെ അവർക്ക് കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. ആ രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ 2 മണ്ഡലത്തിൽ, തൃശ്ശൂരും തിരുവനന്തപുരത്തും. പക്ഷെ എനിക്ക് UDFന്റെ കാര്യത്തില് എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതിനകത്ത് മാത്രം ചെയ്യൂ. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ട്, നമ്മളത് കാണാതിരുന്നു. അല്ല, അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ അത് എന്നാ പിന്നെ കോൺഗ്രസിന് ആയിക്കോട്ടെ. CPM വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ഇത്രയും സംഘടനാ സംവിധാനം ഉണ്ടായിട്ടും ഈ രീതിയിൽ ഒരു തിരിച്ചടി. മാത്രമല്ല ഞാൻ പറയും, മുമ്പ് CPMന് സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല, അന്ന് മുഴുവൻ സീറ്റുകളും പോയില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു. ശബരിമലയിൽ സകല ആളുകളും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ ഈ പറഞ്ഞ CPM നശിച്ചു വോട്ടെന്ന് വിചാരിച്ച് വോട്ട് ചെയ്താണ്. ആ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് BJPക്ക് പോയില്ല. ഇത്തവണ BJP കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ചില സീറ്റുകളിലെങ്കിലും അവർ കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അനുകൂലമായിട്ട് രാഹുൽ ഗാന്ധി തന്നെ പിണറായി വിജയനെതിരെ 2019 ഇലക്ഷനില്, നിയമസഭാ ഇലക്ഷനില് 21 ഈ ഇലക്ഷനില് രാഹുൽ ഗാന്ധി ബൈക്ക് യാത്ര നടത്തി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്ന് ആലോചിച്ചു നോക്ക്. അതല്ലേ പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന് കളിക്കാണോ, നിങ്ങൾ ദേശീയ നേതാവല്ലേ എന്നൊക്കെ മൂപ്പര് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഹൈപ്പ് പോലും ഇത്തവണല്ലേ. എന്നിട്ട് പോലും LDF ഈ തിരിച്ചടി കിട്ടുകയാണുണ്ടല്ലോ. സംഗതി അല്ലെ, ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ സംഗതി ഗുരുതരാ. കാരണം വെച്ചാൽ മുമ്പ് തിരിച്ചടി കിട്ടിയവരല്ല, മുമ്പ് കോൺഗ്രസ് ഒത്തിരി ശക്തമായിരുന്നു. മാത്രമല്ല അന്ന് കേരള കോൺഗ്രസ് മാണി സാറിന്റെ വിഭാഗം ക്രിസ്ത്യാനിയുടെ ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ജനതാദളിലുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, ഇതൊക്കെ LDFന്റെ കൂടെ. എന്നിട്ടും ഈ ഭരണവിരുദ്ധ വികാരം എത്ര ശക്തമാണെന്നുണ്ടല്ലോ, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ബുദ്ധദേവന് ഓക്കാം, അതാണ് കാര്യം. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം
അത് വളരെ 1 മുതൽ 3 വരെ സീറ്റുകൾ മൂന്നാമത്തേത് എനിക്ക് തോന്നുന്നില്ല. ഈ മുരളീധരൻ കുറച്ച് വോട്ട് അവിടെ പിടിക്കും, ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കും, പിന്നെ പാലക്കാട് വോട്ട് പിടിക്കും. അനിൽ ആന്റണി വലിയ വോട്ടം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ബി.ജെ.പി അനിൽ ആന്റണിയും ഈ ലിസ്റ്റിൽ അവസാന ഇങ്ങനെ വല്ലതും പെടുത്തുന്നുണ്ട്. ബി.ജെ.പി വല്ലതും പെടുത്തു. അനിൽ ആന്റണി സുരേന്ദ്രൻ വോട്ടിന്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ്. അനിൽ ആന്റണി എത്ര ക്രിസ്ത്യാനികൾ തന്നെ അംഗീകരിക്കുന്നത് എനിക്ക് വലിയ സംശയമുണ്ട്. എത്ര RSS അനിൽ ആന്റണി വോട്ട് ചെയ്യുന്നു. RSS ബി.ജെ.പി തമ്മിലുള്ള ഇപ്പോഴത്തെ വലിയൊരു ദേശീയ തലത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഈ അപ്പുറത്തും ഇപ്പുറത്തും ടൈൻറ്റഡ് ആയി വരുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നത്. അനിൽ ആന്റണി ഒരു കാര്യമില്ലാണ്ട് വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബി.ജെ.പിയിലേക്ക്? അല്ല, കൂടുതലൊന്നും പറയാതെ RSSകാർക്ക് അറിയാം. അപ്പൊ അനിൽ ആന്റണിനെ നമുക്ക് വിട്ടേക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെ ആളുകൾ ബി.ജെ.പിക്കാരായതുകൊണ്ട് വോട്ട് ചെയ്തതല്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ CPM കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അനുസരിച്ച് എപ്പം ജയിച്ചെന്ന് വെച്ചാൽ അതുപോലെ സുരേഷ് ഗോപി 5 വർഷത്തെ വർക്കാണ് അവിടെ, വെറുതെ അല്ല. സുരേഷ് ഗോപി ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് മൂപ്പര് അവിടെ അല്ല, മോളെ അല്ല എന്തൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പം ഫ്രണ്ട്സാരെ വിളിച്ച മൂപ്പര് വന്ന് ഞാൻ 5 വർഷം അവിടെ ഉണ്ടായിരുന്നില്ല, ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പതുക്കെ പോയാൽ മതി എന്നാ മൂപ്പര് വന്നത്. അപ്പൊ അതിന് കിട്ടുന്നൊരു അംഗീകാരമാണ്. അങ്ങനെ ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അയാൾ CPM കോൺഗ്രസോ CPM ആണോ എപ്പം ജയിച്ചെന്ന് വെച്ചാൽ ഇതിപ്പോ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് 1 ലക്ഷത്തോളം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യിക്കണം. അവിടെ 1.25 ലക്ഷത്തോളം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യണം. അവിടെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരുണ്ടായിട്ടുണ്ട്. പുതിയ വോട്ടർമാർ അങ്ങനെ നമ്മളെ പറ്റി EMSനെ കണ്ട പോലെ നായനാനെ കണ്ട ആളുകളൊന്നുമല്ല, അല്ലെങ്കിൽ കെ കരുണാകരനെ കണ്ട ആളുകളോ ആശങ്കനെ കണ്ട ആളുകളൊന്നും അല്ല. അവർ പ്രാക്ടിക്കലായിരിക്കും. അവർ സുരേഷ് ഗോപിന്റെ ഹൈപ്പ് ഈ പറയുന്നതിന്റെ മാതിരി അയാൾ പുതിയ വോട്ടർമാരെ ചിന്തിക്കുന്ന വോട്ടർമാരാണ്. അപ്പൊ ഇതൊക്കെ ബി.ജെ.പി പിന്നെ സ്ത്രീകളെ വോട്ട് കിട്ടല്ലോ മൂപ്പര്. തൃശ്ശൂരിൽ എല്ലാ കാലത്തെയും ഫാന് സ്ത്രീകളാണ്. അത് അല്ല, തൃശ്ശൂരെ സംബന്ധിച്ച് ഇതൊക്കെ പറയുമ്പോഴും ക്രിസ്ത്യൻ വോട്ട് എങ്ങനെ എങ്ങോട്ട് ക്രിസ്ത്യൻ വോട്ട് കുറെ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട്. അതാണ് നിർണായകമാകുന്ന എന്റെ ഒരു അതുപോലെ തന്നെ അത് നിർണായകമാവും. അതായത് UDF എന്നാണ് പോവുക. പിന്നെ നായർ വോട്ടുകൾ നല്ലൊരു പങ്ക് പോകും. ഈഴവ വോട്ടുകളാണ് അവിടെ. വെള്ളാപ്പള്ളിയൊക്കെ ബി.ജെ.പി അനുകൂലമായ നിലപാടാണെങ്കിൽ പോലും അവിടെ SNDP യോഗത്തിന്റെ പേര് പറഞ്ഞ് പ്രാദേശികമായിട്ട് യോഗമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പ്രബലരായ ചില ആൾ സുരേഷ് ഗോപിക്കെതിരെ കളിച്ച് എനിക്ക് എന്റെ വോയിസ് ക്ലിപ്പൊക്കെ കിട്ടി, അത് വായിച്ചു തന്നു. അതുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ യുവാക്കളുടെ ഇടയിൽ ഇപ്പൊ ജാതി എന്തൊക്കെ പൊതുവെ കുറവാണ്. ഇതൊക്കെ നമ്മളെ പോലെ ആളുകളുടെ ഇടയിലാണ്. നമ്മളൊക്കെയാണ് ജാതിയുടെ ലാസ്റ്റ് ജനറേഷൻ. മതയിന്നുണ്ട് ഇപ്പം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ എന്തൊക്കെയുണ്ട്. ജാതി ഇന്നിപ്പം പൊതുവെ പിള്ളേരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് സുരേഷ് ഗോപിക്ക് അവിടെ അയാളെ പ്രസൻസും പിന്നെ ഈ വിവാദങ്ങളൊക്കെ അയാൾക്ക് അനുകൂലമായി ഇതൊക്കെയാണ് മൂപ്പര്. പിന്നെ രാജീവാണ് ഇവിടെ തിരുവനന്തപുരത്ത് വേണ്ടപ്പെട്ട ഒരാളെന്നൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശശി തരൂരിന്റെ വോട്ടുകൾ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാണ്. ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ പുതിയ സർവേ ഫലങ്ങൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. കാരണം ഈ സർവേ ഫലം ഇതുപോലുള്ള എക്സിറ്റ് പോളാണ്. പലപ്പോഴും എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയിട്ടുണ്ട്, ശരിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിയാവും, ചിലത് തെറ്റാവും. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് വലിയ ഇമ്പാക്ട് ഒന്നും എന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ സർവേയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു സർവേയിലും LDFന് 5 സീറ്റിൽ കൂടുതൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതൊരു ട്രെൻഡ് കാണിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ചിലപ്പോൾ ആളുകൾ ആ രീതിയിൽ ഭരണവിരുദ്ധ ആ രീതിയിൽ ഉണ്ടാവും. അതാണ് CPM ശ്രദ്ധിക്കണം, ഭയങ്കരമായി ശ്രദ്ധിക്കണം. CPM വലിയ ഉടച്ചുവാക്കലുകൾ വേണ്ടി വരും. ഇതിനകത്ത് പറഞ്ഞതുപോലെ BJPക്ക് 1 മുതൽ 3 വരെ എന്ന് പറഞ്ഞാൽ 2 സീറ്റെങ്കിലും ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്ത് മാറ്റം, എന്ത് സൂചനയായിരിക്കും? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് 18 സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർ ആരോഗ്യത്തോടു കൂടി നിൽക്കും. 15 കൂടുതൽ സീറ്റിന്റെ ആരോഗ്യത്തോടു കൂടി വെക്കും. അത് CPM ഇടതുപക്ഷത്തെയാണ് നെഗറ്റീവായി ബാധിക്കുന്നത്. വൺസ് നിങ്ങൾ തോറ്റാണ്ടല്ലോ, ജയിക്കുമ്പോൾ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തില്ല. തോറ്റ് കഴിഞ്ഞാണ്ടല്ലോ സകല പന്നി കണച്ചിൽ വീണ പോലെ. പന്നി ഞങ്ങൾക്ക് ഹറാമാണല്ലോ മുസ്ലിംസിന്, അതേപോലെ കർഷകർക്കും പന്നി ഹറാമാണ്. അപ്പോ ഈ പന്നി കണച്ചിൽ വീണ ആളുകൾ പോയി എല്ലാവരും കല്ലെടുത്തിട്ട് ഈ കിണറിലേക്ക് ഇടും. എന്റെ വീട്ടിലെ വായ നശിപ്പിച്ച ഇതാണ്, പിന്നെ കപ്പ നശിപ്പിച്ച ഇതാണ് തോന്നുന്നത്. അതുപോലെ ആ അവസ്ഥയാണ് തോറ്റു കഴിഞ്ഞാൽ. എസ്പെഷ്യലി നിങ്ങൾ പിന്നെ CPMന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ വലിയൊരു ഫൈറ്റ് നടത്തി വന്ന ലീഡർഷിപ്പാണ്. കാരണം കാലമായി CPMൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്താഗതിക്കെതിരെ ഫൈറ്റ് ചെയ്ത് വന്ന ലീഡർഷിപ്പാണ്. അവരൊന്ന് ഇപ്പോഴത്തെ സാഹചര്യം ഡൗൺ ആയി കഴിഞ്ഞാണ്ടല്ലോ ഒരു സാഹചര്യം നോക്കി നിൽക്കണം. മറ്റേ ഈ ഭാഗം പല ആളുകളുടെ മുഖം ഇരുണ്ട് തുടങ്ങും. അത് BJPക്ക് ഗുണം ചെയ്യും. BDJS അപ്പുറത്ത് ശക്തി, നീഴവരാണല്ലോ ഈ പാർട്ടിയുടെ ബേസ്. BDJS അപ്പുറത്ത് ശക്തിപ്പെട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ വെള്ളപ്പള്ളി അമ്മോണ്ട തുഷാർ വോട്ടൊക്കെ പിടിക്കും. ഇനിയിപ്പോ BJPക്കാരാ പറയാൻ പറ്റില്ല. സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം വേണ്ടാവുന്നുണ്ട് 2 വർഷത്തേക്ക് ജയിച്ചാൽ തന്നെ. ഒരു സിനിമയൊക്കെ ഉണ്ട്. രാജീവ് ഏതായാലും മന്ത്രിയായിരിക്കും. ഇനി ആ തുഷാറിനെല്ലാം പിടിച്ചിട്ട് വല്ല കേന്ദ്രമന്ത്രിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈഴവരുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ സ്പ്ലിറ്റൊക്കെ വരും. തോൽവി വലിയൊരു ഘടകമാണ്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 4-ാം തീയതി
വോട്ടെണ്ണി കഴിയുമ്പോൾ അതെ, അതെ, അതെ. ഈ സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും ശരിയായി വരുന്നതാണ് ആ, പതിവ്. പൊതുവെ അങ്ങനെ ചിലത് നമ്മളെ അല്ല, ഇതിലിപ്പോ അത്ഭുതപ്പെടുത്തി- വ്യത്യാസമില്ല. ഇപ്പൊ കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളൊക്കെ എന്നെ പോലുള്ള ചുരുക്കം ചില ആളുകൾ LDF എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉം. ബാക്കി എല്ലാവരും പറഞ്ഞപ്പോൾ ജയശങ്കർ സാറൊക്കെ പറഞ്ഞ UDF എന്ന് തന്നെയാണ്. ഉം. ഞാനത് പറയാൻ കാരണം ഭൗതികമായ സാഹചര്യങ്ങളാണ്. നമുക്കതിന് മാറ്റം വരുത്താനും പറ്റില്ല. നമ്മൾ ഓരോരുത്തർക്ക് ഓരോ മാനദണ്ഡം ഉണ്ടാവും. ഉം. ഞാൻ ഈ വൈകാരികതയ്ക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഉം. അത് ഇമ്പോർട്ടൻസ് വരും ഇത് തുല്യ ശക്തികളാവുമ്പോൾ. ഉം. ഇത് തുല്യ ശക്തികളല്ല ഇവിടെ LDF UDF. ഉം. എന്നിട്ട് LDFന് ഈ അടി കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഉം. ഒരു പണ്ടത്തെ പാട്ടുണ്ടല്ലോ, ഞാൻ പാടുന്നില്ല. ശരി, ഈ ചിരിയോടുകൂടി നമുക്ക് നിർത്താം.